ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രങ്ങളുമായി ഒരു രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു സ്വകാര്യ ചാനൽ അതിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചതോടെ പണി പാളിയിരിക്കുന്നു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാരെ മതിയായ രേഖകളില്ലാതെയും വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ചും ചേർത്തിരിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അർഹരല്ലാത്ത ഒരു സിംഗിൾ വോട്ട് പോലും ചേർക്കാൻ പാടില്ല എന്നിരിക്കെ ഇത്തരം വോട്ടുകൾ പാലക്കാട്ട് ജനാധിപത്യ പോരാട്ടത്തിന് കളങ്കം വരുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ അട്ടിമറി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതെ ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും പതിവാക്കുന്നവർ പാലക്കാട്ടും ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുന്നു. പല വോട്ടർമാരെയും പുതുതായി ചേർത്തത് കൃത്യമായ ഇല്ലാതെയും ആ പ്രദേശവുമായി ബന്ധമോ താമസമോ ഇല്ലാത്തവരാണെന്നുമൊക്കെ പ്രധാനമാണ്. സ്വകാര്യ ചാനൽ നടത്തിയ അന്വേഷണത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനത്തെ അടവാണ് പ്രധാനമായും ഇവിടെ വ്യക്തമായത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും സ്വകാര്യ ചാനലുകളും ഒക്കെ നടത്തുന്ന അന്വേഷണത്തിൽ ഇത്തരത്തിൽ പലതും തെളിഞ്ഞു വരികയാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനം ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അതായത് CPM-ന്റെ ശക്തി കേന്ദ്രമായ മലമ്പുഴ മണ്ഡലം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തോട് അതിർത്തി പങ്കിടുന്ന ഇടങ്ങളാണ്. ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടും വോട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഇവിടെ വീട്ടു നമ്പറും വീട്ടുപേരും ഒന്നുമില്ല. മേൽവിലാസവും വ്യാജമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ID കാർഡുകളും ഒക്കെ വ്യത്യസ്തമാണ്. ഇതൊക്കെ ഒപ്പിച്ചെടുത്തത് ഏറ്റവും അവസാന ദിവസങ്ങളിൽ ആണെന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് സംശയിക്കുന്നു. അവസാന ദിവസങ്ങളിലാണ് ഈ വ്യാജ വോട്ടുകൾ ചേർത്തത് എന്ന് വ്യക്തമായിരിക്കുന്നു. ചാനൽ ചില പേരുകളും പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് പ്രകാരം ഉപ്പുംപാടം എന്ന പ്രദേശത്തെ സജിന്റെ ഭാര്യ അഞ്ജലിയുടെ വീട് മലമ്പുഴ മണ്ഡലത്തിലെ CPM ശക്തി കേന്ദ്രമായ കൊടുമ്പ് പഞ്ചായത്തിലാണ്. എന്നാൽ ഇവർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ട് പാലക്കാട്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത്. വോട്ടുണ്ട് എന്നതിന്റെ രേഖകൾ സ്വകാര്യ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. കള്ളവോട്ടുകളും വ്യാജ വോട്ടുകളും ഏതായാലും അത് വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ടൊന്നും വിജയം നേടാൻ കഴിയില്ലെങ്കിലും അതിന് ശ്രമിക്കുന്നത് തന്നെ കുറ്റമാണെന്നിരിക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷത്തിലെ ഈ കള്ളക്കളിയും വലിയ ചർച്ചയാവുകയാണ്. CPM ഭരിക്കുന്ന പഞ്ചായത്താണ് കൊടുമ്പെന്നും അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന കണ്ണാടി പഞ്ചായത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്താണെന്നും അതുകൊണ്ട് ഈ അടുത്തടുത്തുള്ള CPM പഞ്ചായത്തുകൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ BJP-യുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. ഏതായാലും ആരോപണങ്ങൾക്കെല്ലാം അപ്പുറത്ത് ജനാധിപത്യ പോരാട്ടത്തിൽ കളങ്കം ചേർത്തവർ, വെള്ളം ചേർത്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ജനാധിപത്യത്തിന് പത്തരമാറ്റ് കൂടുകയുള്ളൂ.